ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിലും വലിയ നാശനഷ്ടങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മഴയിലുണ്ടായത്. പ്രത്യേകിച്ച് ഇടുക്കിയിൽ അധികവും ദുരിതമുണ്ടായത് മണ്ണിടിച്ചിൽ പോലെയുള്ള ഗുരുതരമാകുന്ന പ്രതിസന്ധിയിലൂടെ ആയിരുന്നു. വെള്ളക്കെട്ടിന് ഒപ്പം തന്നെ മണ്ണിടിച്ചിലുണ്ടാകുന്നു, ഡാമുകളുടെ ഷട്ടർ തുറന്നു വിട്ടു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമായിരുന്നു. ഇപ്പോൾ പ്രിൻസാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ഈ 3 ജില്ലകളിലായിരുന്നു വലിയ തോതിൽ പ്രളയ സമാനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇടുക്കിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ആ പഴയ നിലയിലേക്ക് തിരികെ എത്താൻ ഇനിയും സമയമെടുക്കുമോ? അഭിലാഷ്, ഇപ്പോഴും മഴ ഇടുക്കിയിൽ നേരിയ തോതിലുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അതിശക്തമായ മഴ പെയ്യുന്നില്ല. എങ്കിൽ പോലും മഴ തുടർച്ചയായി നേരിയ തോതിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. ഇടവിട്ട് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജില്ലയിലെ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിൽ തൃപ്തികരമാണ്. വലിയ പ്രതിസന്ധികളൊന്നും നിലവിലില്ല എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. നിലവിൽ ജില്ലയിൽ 3 ഡാമുകൾ, അതായത് മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല ഡാമുകളിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന തുടരുന്നുണ്ട്. ഇരട്ടയാർ ഡാമിൽ കഴിഞ്ഞ ദിവസം വരെ റെഡ് അലർട്ട് ആയിരുന്നെങ്കിലും ആ സാഹചര്യം മാറി. ഇടുക്കി, മുല്ലപ്പെരിയാർ തുടങ്ങിയ പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഒരു ആശങ്കാജനകമായ സാഹചര്യം നിലവിൽ ഇപ്പോഴുമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം വലിയ തോതിൽ ഇപ്പോഴും വെള്ളം ഈ പ്രധാന അണക്കെട്ടുകളിൽ കുറവാണ് എന്നതാണ് വസ്തുത. എന്തായാലും ജില്ലയിലെ ആദ്യ ദിവസം ഉണ്ടായ വലിയ മഴയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. 14 വീടുകൾ പൂർണ്ണമായും 86ഓളം വീടുകൾ ഭാഗികമായും തകർന്നൊരു സാഹചര്യമുണ്ട്. ഇവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നിലവിൽ ഇവർക്ക് മറ്റ് ഭൂമി കണ്ടെത്തി വീട് വെച്ച് നൽകുമെന്നാണ് അവലോകന യോഗത്തിൽ ഒരു തീരുമാനമെടുത്തത്. അതിന് മുന്നോടിയായി ഇവരെ വാടകയ്ക്ക് താമസിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയായിരിക്കും സ്വീകരിക്കുക. അതിനുള്ള നടപടികൾ മുൻപോട്ട് പോകേണ്ടതുണ്ട്. കാരണം വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുണ്ട്, ഇപ്പം ഭാഗികമായി നഷ്ടപ്പെട്ടവരുണ്ട്. ഈ ഭാഗികമായ വീടുകളിൽ പലതും ഇപ്പോഴും വാസയോഗ്യമായ ഒരു അവസ്ഥയിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് തിരികെ എത്തുക എന്നുള്ളത് പൂർണ്ണമായി നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പൂർണ്ണമായും മറ്റ് വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒപ്പം ജില്ലയിൽ നിരവധി റോഡുകൾ തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ഭാഗത്തും വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും റോഡ് കൽക്കെട്ടുകളൊക്കെ ഇടിഞ്ഞു പോവുകയും അപകടകരമായ രീതിയിലേക്ക് മാറുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം പുനരുദ്ധരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ചും പ്രധാന പാതയായ കോട്ടയം കുമ്മളി പാതയിൽ കുട്ടിക്കാലത്തിന് സമീപവും വണ്ടിപ്പെരിയാറിന് സമീപവും ഒക്കെ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പുനർനിർമ്മിക്കേണ്ടതുണ്ട്. കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന എത്തുന്ന ഒരു റോഡുകളാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ രാത്രികാല യാത്രയ്ക്കുള്ള ജാഗ്രത ജില്ലയിൽ തുടരുകയാണ്. പ്രത്യേകിച്ചും അടിമാലി നേര്യമംഗലം പാതയിൽ ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ രാത്രികാല യാത്രയ്ക്കുണ്ടായ നിരോധനം ഇതുവരെയും പ്രസ്താവിച്ചിട്ടില്ല. ഒപ്പം മൂന്നാർ മേഖലയിലും ജാഗ്രത തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്നാർ CSI ദേവാലയത്തിന് സമീപമുണ്ടായ വലിയ തോതിലുള്ളൊരു മണ്ണിൽ വിള്ളലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ജാഗ്രത തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാർ മേഖലയിലുമൊക്കെ ഈ ജാഗ്രത തുടരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും നിലവിൽ മഴ തുടർന്ന് അല്പം ആശ്വാസകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ വീണ്ടും മഴ ശക്തമാകുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. എന്തായാലും ജില്ലയിൽ ജാഗ്രത തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അഭിലാഷ്, സൂചിപ്പിക്കുന്ന പോലെ പ്രിൻസ് പറയുന്നതനുസരിച്ച് ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങണമെങ്കിൽ ഇനിയും ദിവസങ്ങളെടുക്കും. ഒപ്പം നമുക്കറിയാമല്ലോ പ്രിൻസ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ല കൂടിയാണ് ഇടുക്കി എന്നതാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഈ വളരെ പെട്ടെന്ന് മഴവെള്ളം നിറയുന്ന ഒരു സാഹചര്യത്തിൽ ഡാമുകൾ കൂടി തുറന്നു വിടുന്നു എന്നത് ആ പ്രഹരശേഷി ഇരട്ടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ചെറിയ ഡാമുകളിൽ നിന്നെല്ലാം ഇപ്പോഴും ജലം പുറത്തേക്ക് ഒഴുകുന്ന പ്രക്രിയ തുടരുകയല്ലേ? ഡാമുകൾ ഉടനെ ഷട്ടറുകൾ അടയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ പ്രിൻസ്? അഭിലാഷ്, തീർച്ചയായും ചെറുകിട ഡാമുകൾ, അതായത് മലങ്കര, കല്ലാർകുട്ടി, പാംബ്ല അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഈ വലിയ തോതിൽ മഴ പെയ്ത സാഹചര്യത്തിൽ ഈ കല്ലാർ ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി പൂർണ്ണമായും വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇരട്ടയാർ ഡാമും റെഡ് അലർട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് മഴയുടെ ശക്തി അല്പം കുറഞ്ഞതോടെ ഇരട്ടയാർ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ല. അതോടൊപ്പം ഇപ്പോഴും ഈ പാംബ്ല, കല്ലാർകുട്ടി, മലങ്കര ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. മുൻപത്തെ അപേക്ഷിച്ച് പുറത്തേക്ക് എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. ചില ഷട്ടറുകളൊക്കെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റു ചെറുകിട അണക്കെട്ടുകളായ പൊന്മുടി, ആനയിരങ്കൽ, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ഈ ഡാമുകളിലൊന്നും നിലവിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യമില്ല. ആഴ്ചകളോളം തുടർച്ചയായി മഴ പെയ്തെങ്കിൽ മാത്രമേ ഈ അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. എന്നാൽ ഇതോടൊപ്പം തന്നെ പ്രധാന അണക്കെട്ടുകൾ ഇടുക്കിയും മുല്ലപ്പെരിയാറിലും നിലവിൽ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. പെരിയാറിലടക്കം നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്.
തേക്കടി തടാകത്തിലും ഒപ്പം ഇടുക്കി വന്യജീവി സങ്കേത മേഖലയിലുമൊക്കെ വനമേഖലയിലുമൊക്കെ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചെങ്കിൽ പോലും ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴും വെള്ളം കുറവാണ് എന്നതാണ് വസ്തുത. ഏകദേശം 25 അടിയോളം താഴെയാണ് ഇപ്പോഴും ഇടുക്കിയിൽ വെള്ളം നിൽക്കുന്നത്. 2350 അടിക്ക് മുകളിലേക്ക് ഇടുക്കിയിലെ ജലനിരപ്പ് ഉയർന്നെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് വലിയ തോതിൽ കുറവാണ്. പ്രത്യേകിച്ചും മൺസൂൺ ഒക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇടുക്കിയിലേക്ക് സാധാരണഗതിയിൽ ഒഴുകിയെത്തുന്ന വെള്ളം ഇത്തവണ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലെ അണക്കെട്ടിൽ കാര്യമായ ഒരു വർധനവ് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അഭിലാഷ്. യെസ്, എന്തായാലും ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തണമെങ്കിൽ ദിവസങ്ങളെടുക്കും. ഒരു കാര്യം കൂടിയുള്ളത് പ്രിൻസ്, ഈ പ്രിൻസിപ്പൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ അതിശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. ഇടുക്കി എന്നതൊരു ടൂറിസം സ്പോട്ടാണ്. ഇടുക്കിയിലെ പല മേഖലകളും, അതേസമയം തന്നെ അവിടുത്തെ വഴികളുടെ പ്രത്യേകതയൊക്കെ അറിയാം. ഇപ്പോഴും ആ നിയന്ത്രണമൊക്കെ തുടരുക തന്നെയല്ലേ? പ്രത്യേകിച്ച് ഇടുക്കിക്ക് പുറത്തുള്ള ജില്ലയിൽപ്പെട്ടവരോട് അവിടേക്ക് ഇനിയും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് കഴിയുന്നത്ര യാത്ര ഒഴിവാക്കുക എന്ന് തന്നെയല്ലേ നമുക്ക് ആവർത്തിക്കാൻ പറ്റുന്നത്? അഭിലാഷ്, തീർച്ചയായും രാത്രികാല യാത്രകൾക്ക് പൂർണ്ണമായും ഒരു നിരോധനം അല്ലെങ്കിൽ പൂർണ്ണമായ നിയന്ത്രണം തന്നെയാണ് ജില്ലയിൽ വേണ്ടത്. പ്രത്യേകിച്ചും രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ വലിയ തോതിൽ മഴ പല മേഖലകളും പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന പാതകൾ, കോട്ടയത്തിൽ നിന്നും മുണ്ടക്കയം കുട്ടിക്കാനം വഴി കുമളിയിലേക്ക് പോകുന്ന പാത, ഒപ്പം പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട തിക്കോയി വഴി വാഗമണിലേക്ക് എത്തുന്ന പാത. വാഗമണിലേക്ക് എത്തുന്ന പാതയിൽ തന്നെ ഏകദേശം 30-40 ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിക്കാനം മുണ്ടക്കയം പാതയിൽ പല മേഖലകളിലും ഇതുപോലെ സമാനമായ രീതിയിൽ ഉരുൾപൊട്ടുകയും പാറക്കെട്ടുകൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പാറക്കഷ്ണങ്ങളൊക്കെ റോഡിലേക്ക് ഇടിഞ്ഞു വീണ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന പാതയായ ദേശീയപാതയിൽ കോതമംഗലം സ്റ്റേഷൻ ദേരിമംഗലം അടിമാലി പാതയിൽ പല ഭാഗങ്ങളിലും ഇതുപോലെ മണ്ണിടിച്ചിൽ ഉണ്ടായ ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന പാതകളിലൂടെയുള്ള ഗതാഗതത്തിൽ ഇപ്പോഴുമുള്ള ഒരു നിയന്ത്രണം തുടരുകയാണ്. അഭിലാഷ്. യെസ്, ഇതാണ് ഇടുക്കിയിൽ നിന്നുള്ള പശ്ചാത്തലം എന്നതാണ്. ഇടുക്കിയിൽ ചെറുതും വലുതുമായ നിരവധിയായ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഒപ്പം പ്രിൻസ് പറയുന്നതനുസരിച്ച് ഇപ്പോഴും ഇടുക്കിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലേറ്റവും കൗതുകകരമാകുന്ന ഒന്ന്, സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരുന്ന 2 ജില്ലകൾ, അതിൽ ഒന്ന് ഇടുക്കിയും അതോടൊപ്പം തന്നെ വയനാടുമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കേണ്ടതാണ്. ഈ കാലവർഷത്തിൻ്റെ പൊതുവിലുള്ള ഒരു കണക്ക് വലിയ ദുരിതപ്പെയ്ത്താണ് പെയ്യുന്നതെങ്കിലും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് സാധാരണ കാലവർഷത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട മഴയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഏതാണ്ട് 30% കുറവാണ് മഴ ലഭ്യതയിൽ ഉണ്ടാകുന്നത് എന്നതാണ്. അപ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഒരു പ്രദേശത്തുണ്ടാവുകയും അങ്ങനെ അപകടാവസ്ഥയിലേക്ക് എത്തുന്നു എന്നതിനപ്പുറത്ത് കാലവർഷത്തിന് ആവശ്യമായ തരത്തിൽ, അല്ലെങ്കിൽ മലയാളികൾക്ക്, നമ്മുടെ കേരളത്തിന് ആവശ്യമാകുന്ന തരത്തിലുള്ള മഴ ഇപ്പോഴും ലഭിക്കുന്നില്ല.